ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എപ്പിസോഡാണ്. ഏറ്റവും നല്ല ചൂടുള്ള ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025. അപ്പം ഇത് ബൈക്സിൻ്റെ സെക്ഷൻ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. പറ്റാവുന്ന ഷോർട്ടാക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമ്മളിത് രണ്ടാം പാർട്ടാക്കി ചെയ്യുന്നതായിരിക്കും. അപ്പം നേരെ തന്നെ പോവാം. അപ്പോൾ ഈ ഒരു ഷോയിലെ ഏറ്റവും വലിയ ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പ് തന്നെ ആയിരുന്നു. അവരുടെ ഒരു ലോഞ്ചേ ഉള്ളായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ലോഞ്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ കേട്ട വണ്ടികളൊക്കെ തന്നെ ആയിരുന്നു. ഡെസ്റ്റിനി 125 ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസൊക്കെ അതിൻ്റെ കൂടെ റിവീൽ ചെയ്തു, 80,000 രൂപ സ്റ്റാർട്ടിംഗ് ഒക്കെ. പിന്നുള്ള കുറച്ച് നല്ല രസമുള്ള വാർത്തകളൊക്കെയാണ്. അതായത് സൂം 125, സൂം 110 എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അവർക്ക് ഇറങ്ങിയത്. കോർണറിങ് ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വളരെ ചെറിയ ടയർ പ്രൊഫൈലാണെന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചൊരു സൂം 125 വരെ ഇറക്കി. സൂം 110 ഇപ്പോഴും ഉണ്ട്. ഈ സൂം 125 14 ഇഞ്ച് വീൽസ് ഉള്ളത്. സെഗ്മെന്റിന് ഏറ്റവും വലിയ വീൽസ് ഉള്ളത് ആ സ്കൂട്ടറിനാണ്. കാണാൻ നല്ല രസമാണ്, ഭയങ്കര മസ്കുലർ ലുക്കൊക്കെയാണ്. എന്തായാലും ടി വി എസ് എൻടോർക്ക് 125 നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഹീറോയുടെ അടുത്ത ലോഞ്ചായിരുന്നു ഹീറോ സൂം 160, അവരുടെ പുതിയ മാക്സി സ്കൂട്ടർ. നമ്മുടെ യമഹ എയറോക്സ് 155 ഒരു കാറ്റഗറിയിൽ പെടുന്നൊരു വണ്ടിയാണ്. ഒരു 156cc ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് വില. 14 bhp ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് പ്രൈസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. കാരണം മറ്റേ സ്കൂട്ടറുമായിട്ട് നോക്കുമ്പോൾ ഒരു 70,000 രൂപയോളം വ്യത്യാസമുണ്ട്. പക്ഷേ കുറച്ച് സ്ലോ സെല്ലിംഗ് ആയിരിക്കും, എന്നിരുന്നാലും മാർക്കറ്റ് ഉണ്ട് അതിനൊക്കെ. നമുക്ക് നോക്കാം. പിന്നൊരു എക്സൈറ്റിംഗ് ഹീറോ ലോഞ്ച് എന്ന് പറയുന്നതാണ് എക്സ്പൾസ് 210. പ്രൈസ് റിവീൽ ചെയ്തു. ഏകദേശം 1,76,000 രൂപയാണ് ബേസ് മോഡലിന്. അതായത് ഇപ്പോൾ വിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന എക്സ്പൾസ് 4V വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 24,000 25,000 രൂപ കൂടുതലാണ്. പക്ഷെ ആ പ്രൈസിങ് അത്ര എന്താ പറയുക, ഹെവി പ്രൈസ് ടാഗൊന്നുമല്ല. കാരണം പുതിയൊരു ഫ്രെയിം, പുതിയൊരു എൻജിൻ, അത്യാവശ്യം കുറച്ച് ടെക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തെറ്റില്ലാത്തൊരു പ്രൈസിങ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ അവരുടെ ഹീറോയുടെ ആദ്യത്തെ പ്രോപ്പർ ഒരു നേക്കഡ് സ്പോർട്സ് ബൈക്ക് ഇറക്കി, എക്സ്ട്രീം 250. ഏകദേശം 30 bhp വരുന്ന വണ്ടിയാണ്. പക്ഷേ ഈ എക്സ്പൾസുമായിട്ട് വെറും 4,000 രൂപയുള്ള വ്യത്യാസം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസിങ് ആണ്. 250cc സെഗ്മെന്റിലുള്ള കുറേ ബൈക്സിന് ഇതൊരു അന്തകനാകാൻ സാധ്യതയുണ്ട്, ഇഫ് ഹീറോയ്ക്ക് അവരുടെ റിലയബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം കുറച്ചുകൂടെ മുൻപോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ. കാര്യം പുതിയൊരു എഞ്ചിനാണ്, നമുക്കത് അറിയത്തില്ല ഇത് എങ്ങനെയാണ് എന്തെന്നുള്ളത്. പിന്നെ സർവീസ് എക്സ്പീരിയൻസിൻ്റെ കാര്യം ഞാൻ പറയണ്ട, അതും കൂടെ നന്നായേ പറ്റൂ. പിന്നെ ഇതൊക്കെയായിരുന്നു. കരീസ്മ 250യുടെ പ്രൈസിങ് സോ ഫാർ റിവീൽ ചെയ്തിട്ടില്ല. മിക്കവാറും 22-ാം തീയതി ആകുമ്പോഴും പ്രൈസിങ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. പിന്നുള്ളത് ഒരുപാട് ഹീറോ സംഭവമൊന്നും ഇല്ലായിരുന്നു. HF ഡ്യൂലക്സിൻ്റെ ഒരു ഫ്ലെക്സിബിൾ വെർഷനൊക്കെ കാണിച്ചു, വേറെ ഒന്നും അധികം ഇല്ലായിരുന്നു. ഇനി ഒരു ശവം വാർത്തയാണ് യമഹയുടെ എക്സ്പോ. കുറച്ച് വണ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒന്നും വരാൻ പോകുന്നില്ല. R7 കാണിച്ചിട്ടുണ്ട്, MT-09 കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വരാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കണ്ടു കൊതിവിടാൻ വേണ്ടി ലാൻഡർ 250 ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. XTC 250 എന്നൊക്കെ പറഞ്ഞ് FC25 ബേസ് ചെയ്തുള്ളൊരു ADV. വരാനൊന്നും പോകുന്നൊന്നുമില്ല, കൺഫേം ആയി. ആവശ്യത്തിന് സോഷ്യൽ മീഡിയയിൽ അലപ്പുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാമെന്ന്, ഔദാര്യം പോലെയൊക്കെ. പിന്നെ ഇവർ R3 ഗ്ലോബലി പുതിയ ഫേസ് ലിഫ്റ്റ് R3 വന്നിട്ട് ഇവിടെ കൊടുത്ത ഭയങ്കര 6 ലക്ഷം രൂപയുടെ R3 ഒക്കെയാണ് ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്നത്. പിന്നെ യമഹയുടെ ഒന്നുമില്ല. ഈ പറയുന്ന FC-യുടെ ഒരു ഹൈബ്രിഡ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല. ഹൈബ്രിഡ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വാക്കായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ സ്പ്ലെൻഡറിലൊക്കെ ഉള്ള മറ്റേ സൈലന്റ് സ്റ്റാർട്ട് സാധനം, അതൊക്കെ ഉള്ളൂ. ഒരു ചെറിയ ബൂസ്റ്റ് ഒക്കെ കൊടുക്കുന്നൊരു സാധനം. പിന്നെ ആ വണ്ടിക്ക് ടാങ്കിലാണ് ഇൻഡിക്കേറ്റർ മൗണ്ട് ചെയ്തേക്കുന്നത്. പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും. പിന്നെ ഫസീലയുടെ പുതിയൊരു കളർ അങ്ങനത്തെ ഒരു സാധനം, R15. ഇതൊക്കെ തന്നെ യമഹയുടെ കാര്യങ്ങൾ. ഇവരെ കൊണ്ടൊന്നും വയ്യ പണി എടുക്കാനേ വയ്യ. പിന്നെ XSR 155 ഉണ്ടോ? ഇല്ല, പൊക്കോ. പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 4 ഒട്ടുമിക്ക കസ്റ്റമേഴ്സും CV350 പോയി, 100-350 പോയി. യമഹ എപ്പോഴും FCX എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ യമഹ NMAX ഒക്കെ കാണിച്ചിട്ടുണ്ട്, വരാനൊന്നും പോകുന്നില്ല. അതും ഇതുപോലെ ഷോ. പിന്നെ TVS ജൂപ്പിറ്റർ CNG കാണിച്ചു. 2 ലിറ്റർ പെട്രോൾ ടാങ്കും ഒരു 1.4 kg CNG ഫിൽ ചെയ്യാൻ പറ്റുന്നത്. CNGയിൽ ഏകദേശം ഒരു 84 കിലോമീറ്റർ പോകാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ കണ്ടിട്ട് ഒരു ഫുൾ പ്രൊഡക്ഷൻ റെഡി വെർഷൻ അല്ല. കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഡിസൈനൊക്കെ ഒരുമാതിരി ആഫ്റ്റർ തോട്ടൊക്കെ പോലെ ചെയ്ത പോലെയൊക്കെ ഉണ്ട്.
നന്നായിട്ട് ചെയ്തിട്ടൊക്കെ വന്നാൽ മതി. എന്നാലും ഫ്രീഡം 125 ഒരു പാത തുടർന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ അവരൊരു സൂപ്പർ മോട്ടോ 300cc കൺസെപ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ ആലോചിക്കണം, കൺസെപ്റ്റാണ്. പ്രൊഡക്ഷനിൽ വരുവാണെങ്കിൽ തന്നെ ഇതുപോലൊന്നും തന്നെ ഇരിക്കത്തില്ല. പിന്നുള്ളത് ടി വി എസിൻ്റെ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ RTX 300 ഫൈനലി അവരുടെ ADV പുറത്തു വന്നു. നമ്മൾ മുമ്പ് ചെറുതായിട്ടൊക്കെ ഇവിടെയൊക്കെ ഒന്ന് സ്പൈ ഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. ഫ്രണ്ട് കണ്ടിട്ട് പലർക്കും ഡുക്കാറ്റി മൾട്ടി സ്റ്റാർ പോലെയും ട്രയംഫ് ടയർ പോലെയൊക്കെ ഇരിക്കുന്നതൊക്കെ പറയുന്നു. അവരുടെ പുതിയ 300cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. മാർക്കറ്റിൽ നല്ലതായാൽ കൊള്ളാമായിരുന്നു, ഇനിയെങ്കിലും സർവീസ് നന്നാക്കിയാൽ കൊള്ളാമായിരുന്നു. പിന്നെ അവരുള്ള കൺസെപ്റ്റുകളൊക്കെ ആയിരുന്നു, ഒരുപാട് വലിയ സംഭവമൊന്നുമില്ലായിരുന്നു. TVS iQube ഒരു വിഷൻ കൺസെപ്റ്റ്, നാക്ട് ഫൂരി എന്നൊക്കെ പേരുള്ള എന്തോ ഒരു കാർബൺ ഫൈബർ EV സംതിങ് എന്തൊക്കെയോ, അതൊക്കെയായിരുന്നു TVS വിശേഷങ്ങൾ.